ഹായ്, എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരംഭിക്കുകയാണ്. അപ്പോൾ മിക്കുനെയും കൊണ്ട് ഞാനൊരു വാക്കിന് പോവാണ്. ആ സമയത്ത് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയതായിട്ട് നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് കൂടി നമുക്കൊന്ന് സംസാരിക്കാം. അഗ്നിപരീക്ഷ, അതായത് ഒരുപാട് സാധാരണക്കാർക്ക് ഇത്തവണത്തെ ബിഗ് ബോസിൽ മത്സരിക്കാനുള്ള അവസരമാണ് ഏഷ്യാനെറ്റ് ഒരുക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു അഗ്നി പരീക്ഷ നിങ്ങൾ പാസ്സാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് തെലുങ്കിലൊക്കെ നടന്ന സംഭവമാണ്. അത് ബിഗ് ബോസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മിനി ബിഗ് ബോസ് നടത്തി അതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നേരിട്ട് ബിഗ് ബോസിൻ്റെ മത്സരവേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയാണിത്. അതേപോലെ തന്നെയാണ് ഇത്തവണ മലയാളത്തിലും നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സൂചനയാണ് ലാലേട്ടൻ തന്നിരിക്കുന്നത്. അതായത് ഈ ഒരു മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കുന്ന സാധാരണക്കാർക്ക് നേരിട്ട് ബിഗ് ബോസിൻ്റെ മത്സരത്തിലേക്ക് കയറാനായിട്ട് പറ്റും. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണയൊക്കെ അനീഷ് ബ്രോയൊക്കെ വന്നതുപോലെ സാധാരണക്കാരായ നിങ്ങൾക്കും ഫെയിമിലേക്ക് വരാനായിട്ട് സാധിക്കും ഈ ഒരു മത്സരത്തിലൂടെ. അപ്പോൾ റെഡിയാണ് നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ വിജയിക്കാൻ വേണ്ടിയിട്ട്. വിജയിച്ചു വരുന്നവർ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 8 ആ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ മറ്റ് ഫെയിമിലുള്ള മത്സരാർത്ഥികളോടൊപ്പം തന്നെ നിങ്ങളും ഒരു ഫെയിം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ അഗ്നി പരീക്ഷയിലൂടെ സാധിക്കും. അപ്പോൾ അഗ്നി പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആരൊക്കെയായിരിക്കും ആ ഒരു അഗ്നി പരീക്ഷ വിജയിച്ച് ബിഗ് ബോസ് സീസൺ 8 വേദിയിലേക്ക് പ്രവേശിക്കുക? നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മഴവിൽ മീഡിയ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യൂ. ഒരു പക്ഷേ നിങ്ങളായിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ സെലിബ്രിറ്റി. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറിച്ചുള്ള പ്രതീക്ഷകളും പങ്കുവയ്ക്കുക. ഇത്തവണ ബിഗ് ബോസിൻ്റെ ലോഗോ, സീസൺ 8 ലോഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ലാലേട്ടൻ തന്നെയാണ് വീണ്ടും അവതാരകനായിട്ട് എത്തുക എന്നത് ഉറപ്പായി. കാരണം പ്രോമോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ലാലേട്ടൻ തന്നെയാണ്. എന്തായാലും ഇത്തവണ എങ്ങനെയൊക്കെയായിരിക്കും ബിഗ് ബോസ് സീസൺ 8 മുന്നോട്ട് പോവുക? കഴിഞ്ഞ തവണ സാധാരണക്കാരനായിട്ടുള്ള അനീഷ് ഫസ്റ്റ് റണ്ണർ-അപ്പ് പൊസിഷൻ വരെ എത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും സാധാരണക്കാരായി അതിൽ കയറുന്ന ആർക്കെങ്കിലും കപ്പെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ നന്നായിട്ട് ഗെയിം കളിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളും വിശേഷങ്ങളും ഒക്കെ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 ജേണിയിൽ തീർച്ചയായിട്ടും മഴവിൽ മീഡിയ എല്ലാ വർഷത്തെ പോലെയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആരാധകർ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ മിക്കുവിൻ്റെ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്, വാക്കിങ് കണ്ടിന്യൂ ചെയ്യാണ്. താല്പര്യമുള്ളവർ കണ്ടോളൂ കേട്ടോ. സുഖം ഇങ്ങനെ നടന്നാൽ മതി. നമ്മളിങ്ങനെ അവൻ്റെ അപ്പിയൊക്കെ കോരി ഇങ്ങനെ പുറകെ നടക്കുക. മിക്കൊക്കിട്ടൻ ബീഗലിന് ഇതാണ് ഇങ്ങനെ മണം പിടിക്കണം. അവരെ മണം പിടിക്കാൻ നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ അവർ ആക്ച്വലി ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അവർ നേരെ റോഡിൽ നോക്കി നടക്കത്തേ ഇല്ല. ഇതെന്തിനാണ് ഈ മാന്തുന്നതെന്ന് അറിയത്തില്ല. മൂത്രം ഒഴിച്ചാലും അപ്പിയിട്ടാലും ഭയങ്കര മണ്ണൊക്കെ മാന്തി കൂട്ടി മൂടിയിടാനൊക്കെ ഒരു ശ്രമം നടത്താറുണ്ട്. അത് ഇവരുടെ പൂർവ്വപിതാക്കൾ ഫോർ ഫാദേഴ്സിൻ്റെ സ്വഭാവമാണ് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാന്, ഫോർ ഫാദേഴ്സ് കാട്ടിൽ ഹണ്ടൊക്കെ ചെയ്ത് നടന്നിരുന്ന ഫോർ ഫാദേഴ്സാണ്. ആക്ച്വലി ബീഗിളിനെ ഹണ്ടിങ് ഡോഗായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും പഴയ ഫോർ ഫാദേഴ്സിൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഇവരിങ്ങനെ കാണിക്കാറുണ്ട്. ടെറിട്ടറി മാർക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ നടക്കാണ്. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ നടത്തമുണ്ട് കേട്ടോ. 1 മണിക്കൂർ ഞങ്ങൾ ഡെയിലി നടക്കാറുണ്ട്. ഇതിപ്പം ബീഗലിന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വീട്ടിൽ പപ്പിക്കുട്ടനൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇവിടെ പിന്നെ തണുപ്പാണ്. ഇന്ന് പിന്നെയും ചൂടൊന്നുമില്ല, പിന്നെയും തണുപ്പായി. ഈ ഭാഗത്ത് നമ്മുടെ ഹൈലൻഡ് ഫാം എന്ന് പറഞ്ഞ ആൾക്കാരെ ഫാം ഏരിയയാണ്.
കൃഷി നടത്തുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു റോഡിൻ്റെ അപ്പുറത്ത്. ഈ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ വീടുകളാണ്. ഇവിടെയൊക്കെ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത് മനസ്സിലാക്കാനൊന്നും പറ്റും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ടൗൺ ഹൗസസ് ആണ്. അതായത് 1, 2, ഇതിപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 വീടുകൾ ഒന്നിച്ചിട്ടുള്ള നമ്മുടെ ലൈൻ വീടുകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഇവിടുത്തെ ടൗൺ ഹൗസസ് എന്നാണ് ഇവിടെ പറയുക. നമ്മൾ ലൈൻ വീടുകൾ എന്നൊക്കെ നാട്ടിൽ പറയില്ലേ, ഇവിടെ നമ്മൾ ടൗൺ ഹൗസസ് എന്നാണ് പറയുക. പക്ഷേ ഒരു വീടിൻ്റെ എല്ലാ സൗകര്യം ഉണ്ടാവും. ഒറ്റ കാര്യമുള്ളൂ, അടുത്ത വീടുമായിട്ട് നമ്മുടെ ഒരു ഭിത്തി ഷെയർ ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഉള്ളിലുള്ള സൗകര്യം എല്ലാം നല്ല അടിപൊളി. ഒരു വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ എല്ലാ സൗകര്യം ഉണ്ടാവും. അതിൽ കുറഞ്ഞ സ്ക്വയർ ഫീറ്റുള്ളത് ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പം ഇവിടെ മരങ്ങൾക്കൊക്കെ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സ്പ്രിങ് അങ്ങോട്ട് തുടങ്ങി. ആക്ച്വലി സമ്മർ ആവേണ്ട സമയമായി. പക്ഷെ ഇത്തവണ എന്താ പറയുക, വെതറും എല്ലാം ഒരു ഡിഫറെൻ്റാണ്. ആളാണെങ്കിൽ ഷൂ വെച്ച് ഇപ്പം ഷൂ ഒന്നും ഇല്ല. എന്നാലും അറിയാതെ എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും കാലിങ്ങനെ പൊന്തിക്കും. ദാ ഈ മരം ഉണങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. അല്ല, ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതിലത്യാവശ്യം ഇല വന്നു. ചെറിയൊരു ലൈറ്റ് ഉണ്ട്, അതാണ് അവിടുത്തെ ഒരു ഇലകൾക്കൊരു മഞ്ഞ നിറം കാണുന്നത്. ഇവിടുത്തെ കറണ്ട് കൊണ്ടുവന്ന വലിയ തൂണ് തടിയുടെയാണ് കേട്ടോ. തടി കൊണ്ടുണ്ടാക്കിയതാണ് ഈ വലിയ തൂണ്. ഇത്രയും വലിയൊരു മരം കൊണ്ടാണ് തൂണ്. ഇവിടെ നിറയെ ഇട്ടിരിക്കുന്നത് അങ്ങനത്തെയാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ കോൺക്രീറ്റിൻ്റെ സാധനങ്ങളല്ല. പകരം ഇതുപോലെയുള്ള ഈ തടി കണ്ടില്ലേ, എന്തോരം വലുപ്പ ഹൈറ്റാണ്. നോക്കി നോക്കുക, ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. മിക്ക സമ്മതിക്കുന്നില്ല. ആ ഭാഗങ്ങളൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. ഇതെന്ന് പറയുന്നത് ഇതൊരു നല്ല മനോഹരമായിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പുറത്തെ ഇപ്പുറത്തെ റോഡ്, അതിൻ്റെ നടുക്ക് മരങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഇവിടെ റോഡ്, അതിൻ്റെ അപ്പുറത്ത് വീടുകൾ. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ടൗൺ ഹൗസസ് ആണ്. ടൗൺ ഹൗസസ് എന്ന് പറഞ്ഞാൽ കുറേ ഹൗസസ് കൂടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങളിവിടെ കാണുന്നില്ല, 2 ഗരാജ് കാണുന്നുണ്ട്. 2 ഗരാജ് എന്ന് പറഞ്ഞാൽ 2 വീടിൻ്റെ ഗരാജാണ്. ഇത് ആക്ച്വലി 2 വീടാണ്. നിങ്ങൾക്ക് നമ്പർ കാണുമല്ലോ, 53 and 55. സോ ഇവിടെയൊക്കെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു വശത്ത് ഓഡ് നമ്പേഴ്സും അടുത്ത വശത്ത് ഈവൻ നമ്പേഴ്സും ആയിരിക്കും. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് 49, 51, 47, 45, 43 അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഈ ഒരു ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, റോഡ് അപ്പുറത്തുണ്ട്. വളരെ വിശാലമാണ് ഇവിടുത്തെ റോഡുകളൊക്കെ. ഇത്ര വിശാലാണെങ്കിലും പലപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. കാരണം എല്ലാവരും കാറ് ഡ്രൈവ് ചെയ്യുന്നവരായതുകൊണ്ട് കുറച്ച് തിരക്കാണ് റോഡുകളൊക്കെ. ഈ റോഡുകളൊന്നും തിരക്കില്ല, കാരണം ഇത് മെയിൻ റോഡുകളല്ല, നമ്മൾ ചെറിയ റോഡുകളാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഭയങ്കര കാറ്റുണ്ട്. ഇന്ന് തണുപ്പാണ്, ഇന്ന് ചൂടില്ല. സോ ഇവിടെ ഇപ്പോൾ കുറേ വീടുകളുണ്ടല്ലോ അല്ലേ. ഈ കുറേ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ബോക്സുകളാണിത്. ഓരോ വീടിനും ഓരോ പോസ്റ്റ് ബോക്സ് ഉണ്ടാവും. ഓരോ ചെറിയ നമുക്ക് അതിനുള്ള കീ ഉണ്ടാവും. അപ്പം
നമ്മൾ ആ കീ വെച്ച് നമ്മുടെ നമ്പർ അനുസരിച്ച് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മുടെ പോസ്റ്റുകൾ എടുക്കുക. പോസ്റ്റ്മാൻ ഇവിടെ കൊണ്ടുവന്നാണ് ഇടുക, അല്ല നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തില്ല. ഒരു ഏരിയയിലുള്ളത് അതിൻ്റെ ഒരു അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലമുള്ളടത്തായിരിക്കും ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ഇവിടുത്തെ ഫയർ ഹൈഡ്രൻ്റ്. ഓക്കെ, ഈ ഫയർ ഹൈഡ്രൻ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. കാരണം ഫയർ ഹൈഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ എന്തെങ്കിലും പെട്ടെന്ന് വന്നവർക്ക് ഫയർ ട്രക്കിന് വെള്ളം കണക്ട് ചെയ്യേണ്ട സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്തെങ്ങാനും പാർക്ക് ചെയ്താൽ പണി കിട്ടും. അതുകൊണ്ട് ഫയർ ഹൈഡ്രൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 3 മീറ്റർ മാറ്റി മാത്രമേ, അതായത് അവരുടെ ഫയർ ട്രക്കിൻ്റെ തൊട്ടടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കാറ് മാറ്റിയിടാൻ പാടില്ല. ഇതിനടുത്ത് ഒരിക്കലും നമ്മൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇങ്ങനെ കാണിക്കാറുണ്ട്. ഫോർ ഫാദേഴ്സിൻ്റെ എന്തോ ജീൻ വഴി കിട്ടിയൊരു സംഭവമാണ്. ഇതാണ് ഫയർ ഹൈഡ്രൻ്റ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പാടില്ല. പാർക്ക് ചെയ്താൽ പണി കിട്ടും. വേണമെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തല്ലി പൊട്ടിച്ചാൽ. നിങ്ങളിപ്പോൾ യൂട്യൂബിൽ അതിൻ്റെയൊക്കെ അങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. 3 മീറ്റേഴ്സ് വിട്ട് മാത്രമേ ഫയർ ഹൈഡ്രൻ്റ് അടുത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് നല്ലൊരു നെയ്ബർഹുഡാണ് കേട്ടോ, നല്ല അടിപൊളി ലുക്കാണ്. നോക്കി അവിടുത്തെ റോഡുകളൊക്കെ നല്ല അടിപൊളിയല്ലേ, ഇഷ്ടംപോലെ മരങ്ങൾ. ഇതിപ്പോൾ വിൻ്റർ ആയിരുന്നു, ഇതിനൊന്നും ഒരു ഇല ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഇലയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഈ നേരെ കാണുന്നതിന് ഇലയൊക്കെ വരുന്നതേ ഉള്ളൂ. ബാക്കി കുറേ എണ്ണത്തിനൊക്കെ അത്യാവശ്യം ഇലയൊക്കെ വന്നു. ഒരു പച്ചപ്പൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെ, വിൻ്റർ കഴിഞ്ഞിട്ട്. എല്ലായിടത്തും വെറുതെ കാല് പൊന്തിക്കുന്നുണ്ട്, ഒരാവശ്യമില്ല. ഇവിടെ ഇപ്പോൾ എല്ലാത്തിലും ഒരുതരം പൂവുണ്ടാവും. ഏത് മരം കണ്ടാലും അതിലൊരു പൂവുണ്ടാവും. അതെങ്ങനെയാണെന്നറിയില്ല, എല്ലാത്തിനും പൂവാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര പൂവായിരുന്നു. ഇവരൊക്കെ ഇത് മുറിച്ചതാണ്. അത് ആക്ച്വലി ഒരു വീടാണ്. നമ്മുടെ യെല്ലോ കളറൊരു പൂവ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, നല്ല വൈറ്റ് പൂവുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല, ഉണ്ടല്ലേ, അടിപൊളി, നല്ല ഭംഗിയല്ലേ. ഇതിനെ നിൽക്കാൻ സമ്മതിക്കുന്നില്ലേ, വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെ കാണുന്നൊരു വലിയ വെയർ ഹൗസാണ് കേട്ടോ, ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു വെയർ ഹൗസാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൃഷിസ്ഥലം കാണുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഗോൾഫല്ല, കുതിര, നമ്മുടെ ഹോഴ്സ് റേസൊക്കെ നടക്കുന്നൊരു സ്ഥലമാണത്. പിന്നെ ഒരു കസീനോയും കൂടിയാണ്, പോയിട്ട് ചൂത് കളിക്കാം. ഇവിടെയൊക്കെ ഒരു വലിയ മരമുണ്ട്. നല്ല കാറ്റത്തിങ്ങനെ ഇളകി നല്ല കാറ്റെടുക്കും. മിക്കുന് ഒച്ച പേടിയാണ് കേട്ടോ. ഒച്ച പേടിയായതുകൊണ്ട് വീണ്ടും അടുത്ത ഫയർ ഹൈഡ്രൻറ്റിലെത്തി. അടുത്തടുത്തടുത്ത് ഫയർ ഹൈഡ്രൻസ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ് ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, ഗ്ലാസ് കൊണ്ടാണ്, 2 പേർക്ക് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. ഗ്ലാസ് കൊണ്ടാണ്. ആ ഗ്ലാസ്സൊക്കെ എന്നും വന്ന ആൾക്കാർ തുടയ്ക്കും. അതിലെന്തോ ഒരു ഫ്ലൈയിങ് ബേർഡ്സിനെയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഒരു കാക്ക പോലെ. എന്നും വന്ന ആൾക്കാർ ഇത് തുടയ്ക്കും കേട്ടോ. ഈ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതൊക്കെ ഇത്ര വൃത്തിയായിട്ടിരിക്കുന്നത്. ആരും സൈഡിലൊന്നും തുപ്പാതെയും ഒക്കെ ഇരുന്നാൽ തന്നെ വൃത്തിയായിട്ടിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഗ്ലാസ്സൊക്കെ ആകുമ്പോൾ ഡെയിലി അത് വന്നിട്ട് അത് തുടച്ചിട്ട് പോകും ആൾക്കാർ.
ഞാൻ പറഞ്ഞില്ല എല്ലാത്തിലും ഒരു പൂവുണ്ടാവുന്നു. ഇതാ ഈ ചെറിയ ചെടി, ഈ ഒരു പച്ച ചെടി, ഇത് കണ്ട പൂവുണ്ടാവുന്ന ചെടിയാണെന്നേ തോന്നത്തില്ല, പക്ഷെ ഇതിൽ വരെ ഒരു പൂവുണ്ടായിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഈ മഞ്ഞപ്പൂവായിരുന്നു കേട്ടോ. അത് അവർ വീടിനെ നശിപ്പിക്കാനുള്ള എന്തോ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെയൊക്കെ പുല്ല് കട്ട് ചെയ്തു. ഇതൊക്കെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. റോഡിൻ്റെ സൈഡിലുള്ള പുല്ല് കട്ട് ചെയ്യുന്നതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്, മുനിസിപ്പാലിറ്റിയാണ്, ഡ്യൂറം റീജിയൻ. ഈ റീജിയൻ്റെ നമ്മുടെ പഞ്ചായത്ത് എന്നൊക്കെ പറയില്ലേ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. അപ്പോൾ അതേപോലെ ഇവിടുത്തെ റീജിയൻ എന്ന് പറയും. റീജിയനാണ് ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്യുന്നത്. ഡ്യൂറം റീജിയൻ എന്നാണ് പറയുന്നത്. നമ്മുടെ പഞ്ചായത്തൊക്കെ പോലെ അവരാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. ഇതൊക്കെ ഒന്നിച്ചുള്ള, ഞാൻ പറഞ്ഞ പോലെ കുറേ വീടുകൾ ഒന്നിച്ചുള്ളതാണ്, ഒറ്റ വീടുകളല്ല. ഇവിടെ എനിക്കൊന്ന് ഒരു 8-10 വീടുകൾ കണ്ടില്ലേ, ഇത്രയും വീടുകൾ ഒന്നിച്ചുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ എത്തിയത് ഒരു ഇവിടെ കാലിൻ്റെ ഇടയിൽ കയറിയടാ, കാലിൻ്റെ ഇടയിൽ കയറി. വെയിറ്റ്. എല്ലായിടത്തും വന്ന് മൂത്തൊഴിക്കടാ, ഒഴിക്കേ, മദ്യം മൂത്തൊഴിച്ചു. അപ്പം നമ്മളിങ്ങനെ വന്നു. ഇനി മിക്കുവിൻ്റെതാ അപ്പിയൊക്കെ നമ്മൾ കോരിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റിലോട്ട്, ഇവിടെ തന്നെ വേസ്റ്റ് ഇടാനുള്ളൊരു സൗകര്യമുണ്ട്. അത് നമുക്കിവിടെ ഈ വേസ്റ്റിലേക്ക് നമുക്ക് അവൻ്റെ ഇട്ടു. എടാ നിൽക്കടാ. നമ്മൾ വേസ്റ്റിലിട്ട് റീസൈക്കിൾ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിവിടെ തന്നെ അതിൻ്റെ അപ്പി ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് പോകാം. ഇതൊരു ചെറിയ പാർക്കാണ് കേട്ടോ. ഇതൊരു ചെറിയ പാർക്കാണ്. പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വേണേൽ ഊഞ്ഞാലാടാം, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കൊച്ചു പാർക്കുകളുണ്ടാവും. വലിയ പാർക്കുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്ത് വലിയ പാർക്കുണ്ട്. ഇതൊരു ചെറിയ പാർക്ക്. ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിലും അങ്ങോട്ട് ഇല വരാൻ തുടങ്ങിയ പിന്നെ പൂക്കൾ അങ്ങോട്ട് വരാൻ തുടങ്ങും. അതിപ്പോൾ നമ്മൾ ഊട്ടി മൂന്നാറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, എന്തോരം പൂക്കൾ. എനിക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മരത്തിലും പൂക്കളുണ്ടാവും. ഇപ്പോൾ നിങ്ങളൊക്കെ കാണുന്നത് ഡിറ്റാച്ച്ഡ് ഹൗസസ് ആണ്. അത് ഒറ്റ ഹൗസ്, നമ്മൾ വോളും മറ്റുമായിട്ട് ഷെയർ ചെയ്യാതെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ് മുഴുവനും ഡിറ്റാച്ച്ഡ് ഹൗസസ് ആണ്, സ്വന്തമായിട്ട് ഒരു വീട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ചേർന്നിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഒന്നിച്ച് ചേർന്നല്ല ഇരിക്കുന്നത്. നമുക്ക് ക്രോസ് ചെയ്യാം. ഇത് ഞാൻ കാണിച്ചു തരാം എന്താണ്. ഇതൊരു സ്റ്റോപ്പ് സൈനാണ്. ഈ സ്റ്റോപ്പ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു റോഡിൽ നിന്ന് ഈ മെയിനായിട്ടുള്ള ഇതിപ്പോൾ
ചെറിയൊരു റോഡ്. ഈ ചെറിയ റോഡിൽ നിന്ന് ഇതൊരു മെയിനായിട്ടുള്ള റോഡിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ ചെറിയ റോഡിൽ നിന്ന് കയറി വരുന്ന കാറുകൾ മസ്റ്റായിട്ടും ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിന്നതിന് ശേഷം മാത്രം സേഫായിട്ട് അവിടുന്നും ഇവിടുന്നും കാറൊന്നും വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോപ്പ് സൈന് മസ്റ്റായിട്ട് ഇവിടെ കീപ്പണം. നമ്മുടെ നാട്ടിലില്ലാത്തൊരു കാര്യമാണ്. പലരും കണ്ടിട്ടുണ്ട് ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വളരെ അശ്രദ്ധമായിട്ട് കയറുകയും അപകടം സംഭവിക്കുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഒരു സ്റ്റോപ്പ് സൈൻ വെക്കാത്തതാണ്. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന മതിലുകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ആരും കോൺക്രീറ്റ് കൊണ്ടോ അങ്ങനെയൊന്നും അധികം മതിൽ കെട്ടാറില്ല. എല്ലാം 90% മതിലുകളും 95% മതിലുകളും ഇങ്ങനെ തടി കൊണ്ടുണ്ടാക്കിയ മതിലുകളാണ്. അതുകൊണ്ട് എന്താ പറയുക, ഇവിടെ ഇഷ്ടംപോലെ തടിയുള്ള സ്ഥലമാണ്. എല്ലാത്തിനും തടിയാണ്. ഇപ്പോൾ വീടുണ്ടാക്കുന്നതും ഒക്കെ ഈ പുറമേ ഇഷ്ടയ്ക്കാണെങ്കിലും മെയിനായിട്ടുള്ള സ്ട്രക്ചർ മൊത്തം തടിയാണ്. ഇതൊക്കെ ഒറ്റ വീടുകളാണ്. ഇതൊക്കെ ഭയങ്കര വലിയ ഡിറ്റാച്ച്ഡ് ഹൗസസ് ആണ്. ഇങ്ങോട്ട് ഇതിലോ ഇതിനൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടുകളാണ് ഈ ഭാഗത്ത്. ഇതാ വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്, ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ. ഇങ്ങോട്ട് വാ മിക്കോ. ഇതുണ്ടോ ഇവിടെ ആക്ച്വലി ഇവർ മഞ്ഞ ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു നിരപ്പല്ലാത്തത് കൊണ്ട് അത് നിരപ്പാക്കാൻ വേണ്ടി അവിടുത്തെ ഒരു മിസ്റ്റേക്ക് അവർ ചൂണ്ടിക്കാണിച്ച് പോയിരിക്കുന്നതാണ് ഈ യെല്ലോ ലൈന്. എന്താല്ലേ അതുവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നേരെയല്ല, അപ്പോൾ ആരെങ്കിലും കാലും മടങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു യെല്ലോ ലൈൻ ഇട്ടത്. മിക്കുനെ കണ്ട് വേറൊരു പട്ടിക്കുഞ്ഞ് കുരയ്ക്കുന്നു. ഇത് കണ്ടില്ലേ അടുത്ത ഫയർ ഹൈഡ്രന്റ്. ഇവിടെ വാ. ഇങ്ങോട്ട് നല്ല ഭംഗിയില്ലേ ആകാശം കാണാൻ. ഓ സൂപ്പറായിട്ട് മൂണിനെ കണ്ട. ഇങ്ങോട്ടോ എല്ലാവരും വീടിൻ്റെ മുന്നൊക്കെ നല്ല വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കി വെക്കും. കഷ്ടപ്പെടും കേട്ടോ ആൾക്കാർ. സ്വന്തമാണ് ചെയ്യുന്നത്. ആൾക്കാരിവിടെ ആരെയും പണിക്ക് നിർത്തിയൊന്നുമല്ല. എല്ലാവരും അവനവൻ്റെ വീട് ഭംഗിയാക്കുന്നത് അവനവൻ തന്നെ പണിതിട്ടാണ്. ഇവിടെ അങ്ങനെ വിചാരിക്കണ പോലെ നമുക്ക് പണിക്കാരെയൊന്നും കിട്ടത്തുമില്ല. ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ഇവിടെ എല്ലാവർക്കും ഏകദേശം ഒരേ സാലറി ആയതുകൊണ്ട്
ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്. ഈ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ അവനവൻ്റെ വീടിൻ്റെ സ്ഥലം. ചിലർക്ക് നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ മുൻഭാഗം വെക്കും, ചിലർ ഒന്ന് വൃത്തിയാക്കാതെ ഇരിക്കും. അപ്പോൾ അതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ബൈ ഫോർ നൗ.